ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടാക്കോ ജനറേറ്റർ. ടാക്കോ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് എന്ന് പറയാം. അപ്പോൾ അതിന്റെ റോട്ടർ കറങ്ങുന്ന സ്പീഡിനെ പ്രൊപ്പോർഷണൽ ആയിട്ടൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്കവിടെ കിട്ടും. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കവിടെ ഫീഡ്ബാക്കിനെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയായിരുന്നു? അത് സ്പീഡ് ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കൺട്രോൾ സിസ്റ്റത്തിൽ വെലോസിറ്റി ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് നമുക്കവിടെ യൂസ് ചെയ്യാം. ടാക്കോ ജനറേറ്റർ രണ്ട് ടൈപ്പ് ഉണ്ട്. DC ടാക്കോ ജനറേറ്റർ ഉണ്ട്, അതുപോലെ AC ടാക്കോ ജനറേറ്റർ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് DC ടാക്കോ ജനറേറ്റർ നോക്കാം. ഇപ്പോൾ DC ടാക്കോ ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു DC ജനറേറ്റർ തന്നെയാണ്. ഇത് ഒരു സ്മോൾ DC ജനറേറ്റർ വിത്ത് ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പോൾ സാധാരണ ജനറേറ്റർ പോലെ തന്നെ ഇവിടെയും സ്റ്റേറ്റർ ഉണ്ട്, അതുപോലെ റൊട്ടേറ്റിംഗ് ആർമേച്ചർ ഉണ്ട്, ആൻഡ് കമ്മ്യൂട്ടേറ്റർ ബ്രഷ് അസംബ്ലി അവിടെ ഉണ്ട്. ഇവിടെ സ്റ്റേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പെർമനന്റ് മാഗ്നറ്റ്, അതായത് മാഗ്നറ്റിക് ഫീൽഡിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പെർമനന്റ് മാഗ്നറ്റ് ആണെന്ന് മാത്രം. ആൻഡ് റോട്ടർ ഈസ് കണക്റ്റഡ് ടു ദ ഷാഫ്റ്റ് ഹൂസ് സ്പീഡ് ഹാസ് ടു ബി മെഷേർഡ്. ഇപ്പൊ ഏത് മെഷീന്റെ സ്പീഡാണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത്, ആ മെഷീനിലേക്കാണ് നമ്മൾ ഇതിന്റെ റോട്ടർ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ പടമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇവിടെ റൊട്ടേറ്റിംഗ് ആർമേച്ചർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് അവിടെ കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഇതുവഴിയാണ് നമുക്ക് അവിടെ ആ ജനറേറ്റ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് നമ്മളവിടെ മെഷർ ചെയ്യണത്. അപ്പൊ ഈ വോൾട്ടേജ് നമുക്ക് അവിടെ എന്താണ് ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. കൂടെ ഈ ടാക്കോ ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടല്ലോ, അത് അതിന്റെ ആംഗുലാർ വെലോസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആൻഡ് പോളാരിറ്റി ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് അതിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷന് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ ഇതാണ് ഇവിടെ ആർമേച്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ആർമേച്ചർ അവിടെ കറങ്ങുമ്പോൾ അവിടെ എന്തുണ്ടാവും, ഒരു E(t) എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോൾട്ടേജ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ കൊടുത്തിട്ടുണ്ട് E(t) എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ടാക്കോ ജനറേറ്റർ, തീറ്റ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ഒമേഗ ആംഗുലാർ സ്പീഡ്, KT സെൻസിറ്റിവിറ്റി ഓഫ് ദ ടാക്കോ ജനറേറ്റർ. അപ്പൊ നമുക്ക് അവിടെ എന്ത് പറയാം, അവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ടാക്കോ ജനറേറ്റർ അതായത് E(t) എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ആംഗുലാർ വെലോസിറ്റി ഒമേഗ, അതായത് dθ/dt. ഇനി ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മളവിടെ KT വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ്. അവിടെ E(t) is equal to KT into dθ/dt എന്ന് വരും. നമുക്ക് കിട്ടിയ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, E(t is equal to KT into dθ/dt. നമ്മൾ രണ്ട് സൈഡും, അതായത് LHS-ലും RHS-ലും ലാപ്ലേസ് എടുക്കാം. ലാപ്ലേസ് എടുക്കുമ്പോൾ എന്ത് വരും, E(t) എന്നുള്ളത് ES ആവും. KT ഇൻറ്റു ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്, അപ്പൊ അതായത് S ഇൻറ്റു θ(s) നമുക്ക് അവിടെ വരും. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരുന്നു, ES ആണ് അല്ലെ. അപ്പൊ അത് നമ്മൾ θ(s) താഴേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും, ES/θ(s) is equal to S ഇൻറ്റു KT എന്ന് വരും. ഇതാണ് ടാക്കോ ജനറേറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇത് കമ്മ്യൂട്ടേറ്ററും ബ്രഷും ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈ ഫ്രീക്വൻസി റിപ്പിൾസിന് സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് AC ടാക്കോ ജനറേറ്റർ. നമ്മൾ DC ജനറേറ്ററിൽ ഹൈ ഫ്രീക്വൻസി റിപ്പിളിനെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ആ ഒരു പ്രോബ്ലം നമുക്ക് എന്താണ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും AC ടാക്കോ ജനറേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാല്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷനറി ആർമേച്ചറും അതുപോലെ ഫീൽഡാണ് അവിടെ, മാഗ്നറ്റിക് ഫീൽഡാണ് അവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് കൊണ്ട് സപ്ലൈ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്, നമ്മളൊരു സ്റ്റേഷനറി പാർട്ടിൽ നിന്നിട്ടാണ്. സോ അവിടെ AC ജനറേറ്റർ ആയതുകൊണ്ട് തന്നെ അവിടെ കമ്മ്യൂട്ടേറ്ററും ബ്രഷും നമുക്ക് അവിടെ ഇല്ല. അതുകൊണ്ടാണ് നമ്മളവിടെ പറയുന്നത് എന്താണ്, അവിടെ ഹൈ ഫ്രീക്വൻസി റിപ്പിൾസ് ഉണ്ടായിരിക്കില്ല DC ജനറേറ്ററിലത്തെ പോലെ. ഈ AC ടാക്കോ ജനറേറ്റർ ഉണ്ടല്ലോ, അതൊരു 2-phase ഇൻഡക്ഷൻ മോഡലിന്റെ പോലെയാണ്. അതായത് 2-phase എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റേറ്ററിൽ രണ്ട് വൈൻഡിങ് അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ ആ രണ്ട് വൈൻഡിങ്ങും നമ്മളവിടെ സ്പേസ് ക്വാഡ്രേച്ചറിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്, കൺസെപ്റ്റീവ് സ്റ്റേറ്റർ വൈൻഡിങ് അറേഞ്ച്ഡ് ഇൻ സ്പേസ് ക്വാഡ്രേച്ചർ. ആൻഡ് അവിടുത്തെ റോട്ടർ എന്ന് പറയുന്നത് സ്ക്വിറൽ കേജ് റോട്ടർ ആയിരിക്കും. അപ്പൊ അത് നമ്മൾ പറയുന്നത് ഒരു വൈൻഡിങ് റെഫറൻസ് വൈൻഡിങ്ങും ആൻഡ് രണ്ടാമത്തെ വൈൻഡിങ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വൈൻഡിങ് നമ്മളോട് പറയുന്നത്. ഇവിടെ റെഫറൻസ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് സൈനസോയിഡൽ വോൾട്ടേജ് ആയിരിക്കും. അപ്പൊ അതിന്റെ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ωc. ആൻഡ് രണ്ടാമത്തെ വൈൻഡിങ് ഔട്ട്പുട്ട് വൈൻഡിങ്, നമ്മൾ അവിടെ നിന്നാണ് അവിടെ EMF നമുക്ക് പുറത്തേക്ക് എടുക്കുന്നത്. അവിടെ എപ്പോഴാണ് ഉണ്ടാകുന്നത്, റോട്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. നമ്മൾ സ്പീഡ് മെഷർ ചെയ്യാൻ പോകുന്ന ആ ഒരു മെഷീൻ ഉണ്ടല്ലോ, ആ മെഷീന്റെ ഷാഫ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ടാക്കോ ജനറേറ്ററിന്റെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റ് നമ്മൾ കണക്ട് ചെയ്യുന്നത്, അതായത് റോട്ടർ. അപ്പൊ അത് കണക്ട് ചെയ്യുമ്പോൾ ആ മെഷീൻ കറങ്ങുന്ന അതേ സ്പീഡിൽ തന്നെ ഈ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റ് അവിടെ കറങ്ങും.
അപ്പൊ അങ്ങനെ കറങ്ങുമ്പോൾ അവിടെ എന്തുണ്ടാവും, ഈ സ്റ്റേഷനറി കണ്ടക്ടേഴ്സ് ഉണ്ടല്ലോ, സ്റ്റേഷനറി കണ്ടക്ടേഴ്സ് അതിന്റെ മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യും. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ച് അവിടെ എന്തുണ്ടാവും, അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും, അതായത് സ്റ്റേറ്റർ കോയിലിൽ. അവിടെ ആ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് ഉണ്ടല്ലോ, അതിന്റെ ഫ്രീക്വൻസിനെയും ആംപ്ലിറ്റ്യൂഡിനെയും ഡിപ്പെൻഡ് ചെയ്യും അവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത്. as both the parameters are proportional to the speed of rotation. നമ്മളവിടെ രണ്ട് വൈൻഡിങ് പഠിച്ചു അല്ലെ. റെഫറൻസ് വോൾട്ടേജ് റെഫറൻസ് വൈൻഡിങ്ങിലേക്ക് കൊടുക്കുന്ന സൈൻ വേവ് ഉണ്ടല്ലോ, അത് ER(t) ER sin omega CT നമുക്ക് അവിടെ എഴുതാം. ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് അതിന്റെ EM(t), അതായത് E(t) sin omega CT. ഇനി ഈ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടല്ലോ EM(t), അതിനെ ഡീമോഡുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ശരിക്കുള്ള ആ ടാക്കോ ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് E(t) എത്തുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ ടാക്കോ ജനറേറ്റർ E(t) എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു നമ്മൾ അവിടെ DC ജനറേറ്റർ എഴുതിയ പോലെ തന്നെ, DC ടാക്കോ ജനറേറ്ററിൽ പോലെ തന്നെ E(t) is proportional to dθ/dt. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ ഇവിടെയും KT വെച്ച് റിപ്ലേസ് ചെയ്തു. E(t) is equal to KT into dθ/dt. നമുക്ക് കിട്ടിയ ഒരു ഇക്വേഷൻ ഉള്ളൂ, E(t) is equal to KT into dθ/dt. അപ്പൊ നമ്മൾ രണ്ട് സൈഡിലും, അതായത് LHS-ലും RHS-ലും നമ്മൾ ലാപ്ലേസ് എടുക്കുകയാണ്. അപ്പൊ ലാപ്ലേസ് എടുക്കുമ്പോൾ EF(s) is equal to KT into S(θ)(s) നമുക്ക് അവിടെ വരും. ഇനി നമ്മളിവിടെ ഈ θ(s) നമ്മൾ താഴേക്ക് വരുമ്പോൾ EF(s)/θ(s) is equal to SKT നമുക്ക് അവിടെ കിട്ടും. ഇതാണ് AC ടാക്കോ ജനറേറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്.